ഹലോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോമ്പ് 11 അപ്പോൾ ഇപ്രാവശ്യം നോമ്പ് നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ. സമയം പോകുന്നത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നമ്മളെ കുടുംബവും മറ്റുള്ളവരുടെ കുടുംബവും എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് പഠിച്ചോന് ഒരു ബുദ്ധിമുട്ടും ആർക്കും വരുത്താതിരിക്കട്ടെ. പിന്നെ ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം പഠിച്ചോന് കരകയറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ദുആ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. എല്ലാം പഠിച്ചവനോടാണല്ലോ പറയേണ്ടത് നമ്മൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ്. ഉന്നക്കായ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ആളാണല്ലോ ഈ ഉന്നക്കായ ഇറച്ചിപ്പത്തിൽ. ഇന്നെന്താ നോമ്പ് പറയുക? ഉന്നക്കായ ഇറച്ചിപ്പത്തിൽ ഉന്നക്കായ, ഇതാണല്ലോ ഫസ്റ്റ് പറയല്ലേ. ഫസ്റ്റ് ഈ രണ്ട് പേരാ പറയുക എല്ലാവരും. പലഹാരത്തിൻ്റെ പേര് പറയുമ്പോൾ എപ്പോഴും ഇതാണ് പറയുക. അപ്പോൾ ഞാനിതാ പണ്ട് ഉണ്ടാക്കുകയാണ്. തേങ്ങ, പഞ്ചസാര, ഏലക്കായ, ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു മുട്ട, അങ്ങനെ തേങ്ങ പണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ പഴം വേവിച്ച് വെച്ചിട്ടുണ്ട് അടച്ചമ്പിൽ. പഴം എടുത്തിട്ട് ഇതാ ചെറിയ ഒരു ഉരളിൻ്റെ ഒലക്ക ഉണ്ട്, അതിനെക്കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അത് റെഡിയാക്കുന്നുണ്ട്. അമ്മിമ്മലാണ് അരക്കാറ്, പക്ഷേ അമ്മി അവിടെ പുറത്തായതുകൊണ്ട് ഇപ്പം വൃത്തിയാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം എളുപ്പത്തിൽ ഇത് ചെയ്തതാണ്. ഉന്നക്കായി ഇതാ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് നമ്മളെ വീട്ടിൽ ഉമ്മാൻ്റെ ഏട്ടത്തി മെയിൻ ഉന്നക്കായ ഉരുട്ടുന്ന ആൾ കേട്ടോ. ഉമ്മാൻ്റെ ഏട്ടത്തി ഉന്നക്കായ ഉരുട്ടുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമ്മളെ ഉമ്മ തന്നെ പറയൂ, ഇത്താ തന്നെ ഉരുട്ടിയാൽ മതി ഉന്നക്കായ, എന്നിട്ട് മൂത്തമ്മാൻ്റെ അടുത്ത കൊണ്ടുകൊടുക്കുക. മൂത്തമ്മ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉന്നക്കായ ഉരുട്ടുന്നത്. ഭയങ്കര ഭംഗിയായിട്ട് അത് കാണാൻ. മാഷാ അല്ലാഹ്. മൂപ്പർ മരണപ്പെട്ടു പോയി മൂത്തമ്മ. അപ്പോൾ ഇതാ ഉന്നക്കായൊക്കെ റെഡിയാക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കങ്ങനെ ഉന്നക്കായി വലിയ ഇതിൽ മൊഞ്ചിലൊന്നും ഉരുട്ടാനറിയില്ല, എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉരുട്ടി റെഡിയാക്കി പൊരിച്ച് ഇതാ മാഷാ അല്ലാഹ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.